സുഹൃത്തുക്കളെ, മമ്മൂട്ടിയുടെ പോസ്റ്റാണ്. ജീവൻ പണയം വെച്ച് മറ്റുള്ളവരെ രക്ഷിക്കാൻ ഇറങ്ങിയ ആ ധീര യുവാവിന് ആദരാഞ്ജലികൾ. കണ്ണൂരിലെ പ്രളയ രക്ഷാപ്രവർത്തനത്തിനിടെ ജീവൻ നഷ്ടമായ തിരുവനന്തപുരം സ്വദേശി രാജേഷിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. കുടുംബത്തിൻ്റെയും പ്രിയപ്പെട്ടവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. നമ്മൾ ഈ രാജേഷിനെ കഴിഞ്ഞ് കുറച്ച് ദിവസമായി തിരയാൻ തുടങ്ങിയിട്ട് വേറൊരു മനുഷ്യന് ജീവൻ നൽകിയിട്ട് മരണത്തിലേക്ക് പോയ മനുഷ്യനാണ്. നീന്തൽ പരിശീലകനാണ്. കൂട്ടുകാരോട് സ്വന്തം ജീവൻ നോക്കി മാത്രം മതി, മറ്റു കാര്യങ്ങൾക്ക് ഇറങ്ങരുത് എന്ന് ഇദ്ദേഹം പരിശീലിപ്പിക്കുന്ന എല്ലാവരോടും പറയുന്ന മനുഷ്യനാണ്. എന്നിട്ടും അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. ഞാൻ ഈ വീഡിയോ ചെയ്യാനൊരു പ്രത്യേക കാരണമുണ്ട്. ദയവ് ചെയ്ത് ഇത് അവസാനം വരുന്ന കാണാൻ ശ്രമിക്കുക. ആദ്യം ഈ വീഡിയോ കാണും. ഒരുമിച്ചായിരുന്നു ഞങ്ങൾ ഒരുമിച്ച്. 38 വീട് കുടുംബങ്ങൾ എന്തായാലും അതിനകത്തുള്ള വെള്ളത്തിൽ ഒറ്റപ്പെട്ട് പോകും എന്നുള്ള രീതിയിലാണ്. അത്രയ്ക്കും വെള്ളം ഉണ്ടായിരുന്നു. കുടുംബം അത്രയും വെള്ളം കിടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ പൊക്കത്തിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ചിന്നോട്ടാരും എല്ലാ വീട്ടുകളിലും പോയി തട്ടി ഉണർത്തി ഉറങ്ങിക്കിടന്നവരെ നമ്മൾ വിളിച്ച് എല്ലാവരെയും മാറ്റി. അപ്പോഴാണ് അക്കരയെന്ന് വിളി കേൾക്കുന്നത്. ഈ തുരുത്തിനകത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. അയാൾക്ക് സത്യം പറഞ്ഞ പുള്ളി അത്രയും വെള്ളമുണ്ട്. നാട്ടുകാർ പോലും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. എന്നിട്ട് ഇറങ്ങാം എന്നുള്ള സ്വന്തമായിട്ട് തീരുമാനം റോപ്പ് എടുത്തുകൊണ്ട് അക്കരയ്ക്ക് നീന്തി പോയി. അവർ ഒരുമിച്ച് ഇറങ്ങി കെട്ടി ഇക്കരയ്ക്ക് തിരിച്ചു വരുമ്പോൾ കയ്യെത്തും ദൂരത്ത് വെള്ളം ശരി കഠിനമായ വെള്ളം വന്നു. പിന്നെ വെള്ളം നമ്മളെക്കായി പിന്നെ വെള്ളം ഇരച്ചു വരും. കടലിലേക്കായി കൂടുതൽ ശക്തിയിലാണ് വെള്ളം. അത്രയും ഹൈറ്റ് വെള്ളം വന്നുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ പിന്നെ കണ്ടിട്ടില്ല. ഈ മനുഷ്യൻ അദ്ദേഹത്തിനൊപ്പം ഇങ്ങനെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുന്ന ഒരു മനുഷ്യനാണ്. ഇതിന് 2 ദിവസം മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ഒരു വർത്തമാനം നമ്മൾ കേട്ടിരുന്നു. ഉറ്റ സുഹൃത്താണ്. ഇനിയാണ് ഞാൻ നിങ്ങൾ കാണണമെന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ കാണേണ്ടതും ഇത് പ്രചരിപ്പിക്കേണ്ടത് ഒരു ആവശ്യമാണ്. മമ്മൂട്ടി അടക്കമുള്ള ആളുകൾ ഇത് കാണണം. കാരണം രാജേഷിന് ഇനി ഒരു താങ്ങായി നിൽക്കേണ്ടത്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് താങ്ങായി നിൽക്കേണ്ടത് നമ്മളാണ്. ചെറിയ കുട്ടികളൊക്കെയാണ് ഉള്ളത്. അദ്ദേഹം ഒരു മരപ്പണിക്കാരൻ കൂടിയാണ്. കേൾക്കും. മരമുറിയാണ് ജോലിയെങ്കിൽ അതിനെക്കാട്ടും കൂടുതൽ ഇതിനു വേണ്ടിയാണ് ആൾക്കാരെ രക്ഷിക്കാൻ, ആൾക്കാരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ വേണ്ടിയാണ് കൂടുതലും സമയം കണ്ടെത്തുന്നത്. 2 ചെറിയ കുട്ടികളാണല്ലേ? ഒരാള് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരാൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 2 ആൺമക്കളാണ്. ഇവിടെ ഒരാള് വെങ്ങാനൂർ BPS ഹൈസ്കൂളിൽ പഠിക്കുന്നു. 13-14 വയസ്സുള്ള കുട്ടികളാണ്, ചെറിയ മക്കളാണ്. എങ്ങും എത്തിയിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി അദ്ദേഹത്തിന്റെ വീടിന്റെ അവസ്ഥ പറയുകയാണെങ്കിൽ അതും അവസ്ഥ ഭീകരമാണ്. സ്കൂളിൽ പഠിക്കുന്നു. വീടും കാര്യങ്ങളൊക്കെ ചെറിയ വീടാണ്. അത് തന്നെ വലിയ ബാധ്യതയിലേക്കാണ് ഉള്ളതെന്ന് പറഞ്ഞു. ബാധ്യത ജപ്തിയുടെ വർക്കിൽ വന്നപ്പോൾ ഒരു ബന്ധുവിൻ്റെ പ്രമാണം വെച്ച് അതിന് ജപ്തി ഒഴിവാക്കി. ഇപ്പം ബന്ധുവിൻ്റെ വസ്തു ജപ്തി നടപടികളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ബാധ്യതയുണ്ട്. ഒരു 6-7 ലക്ഷം രൂപ എടുത്ത് അതിൻ്റെ പലിശ ഉൾപ്പെടും. കണ്ടില്ലേ? 6-7 ലക്ഷം രൂപ അതിന്റെ പലിശ ഉൾപ്പെടും. ഒരു പക്ഷേ ഒരു 10 ലക്ഷത്തിനടുത്ത് വരുമെന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിലെ ഓരോ ജനതയും തീരുമാനിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച രാജേഷിൻ്റെ ആ ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കും. മമ്മൂട്ടിയാണെന്ന് പോസ്റ്റ് ഇടും. ഒരു പക്ഷേ മമ്മൂക്ക തീരുമാനിച്ചാൽ, മമ്മൂക്കയ്ക്ക് ഒപ്പമുള്ള ആളുകൾ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകർ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ രാജേഷിൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ വീട് രക്ഷപ്പെടുത്താൻ വേണ്ടി വേറെ ബന്ധുവിൻ്റെ പ്രമാണം, അങ്ങനെയൊക്കെ ഒരു ഭയങ്കര കുഴഞ്ഞു പറഞ്ഞൊരു കേസാണ്. തീർപ്പാക്കാവുന്ന കേസ് മാത്രമാണ്. അല്ലെങ്കിൽ ഇപ്പോഴേ അത്താണില്ലാത്ത അവർക്കതൊരു വലിയ വേദനയായിട്ട് മാറും. ഇനി ആര്, ഇനി എന്ത് എന്നതൊക്കെ ചോദ്യം. ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചില്ല. പക്ഷേ ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഒന്നും ചെയ്യാറില്ല. ആരെങ്കിലുമൊക്കെ സഹായിക്കണം എന്നൊന്നും പറഞ്ഞ് ചെയ്യാറില്ല. പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ജീവൻ പൊലിച്ചു പോകുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മരപ്പണിയാണ് ജോലിയെങ്കിലും ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾക്കാണ് ഇദ്ദേഹം മുൻതൂക്കം കൊടുക്കുന്നത്, ഇറങ്ങുന്നത്, സഹായിക്കുന്നത് എന്നാണ് നമ്മൾ കേട്ടത്. അപ്പം അങ്ങനെയുള്ളൊരു മനുഷ്യനെ നമ്മളെ സഹായിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് സഹായിക്കേണ്ടത്? തീർച്ചയായിട്ടും അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ ഒരു എന്താ പറയുക, ഒരു സഹായ നിധി ആരെങ്കിലും തുടങ്ങുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ. ഇതിപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ സഹായിക്കാൻ വേണ്ടി QR കോഡോ മറ്റൊന്നുമില്ല. എങ്ങനെയാണ് ഇത് ആ ഒരു മനുഷ്യൻ്റെ കുടുംബത്തെ നമ്മുടെ കേരളത്തെ രക്ഷിക്കാൻ നോക്കിയ മനുഷ്യനാണ്. അദ്ദേഹത്തെ കുടുംബത്തെ നമുക്ക് താങ്ങായി നിർത്താൻ എങ്ങനെയൊക്കെ സാധിക്കുമോ അങ്ങനെയൊക്കെ നിർത്തേണ്ടതാണ്. ആ കടമെല്ലാം വീട്ടിട്ട് ആ വീട് അവർക്ക് സ്വന്തമായി തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തേണ്ടതാണ്. അല്ലെങ്കിൽ അത് നമ്മുടെ കേരളം ചെയ്യുന്ന
നമ്മൾ ചെയ്യുന്നത് നന്ദികേടായിട്ട് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബൈ.